ഷാഫി പറമ്പിൽ എം പി പണി തുടങ്ങിയിരിക്കുന്നു. പോലീസുകാർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ലോക്സഭാംഗം ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടതോടെ നിയമയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായ ആക്രമണമാണ് അദ്ദേഹത്തിനെതിരെ CPM-ഉം DYFIയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യവുമില്ലാതെ വടകര നഗരത്തിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി മർദ്ദിക്കാൻ നോക്കി. അന്ന് പോലീസെല്ലാം നോക്കി നിൽക്കുകയും ഷാഫി തന്നെ DYFIക്കാരെ വിരട്ടി വിടുകയും ചെയ്തതോടെ അത് അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ പാർലമെൻറ്റ് അതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് അങ്ങനെ കാര്യമാക്കാതെ മുന്നോട്ട് പോയത് ഷാഫിയുടെ ഹൃദയവിശാലതയാണ്. അത് CPM-കാർ അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനതയായി കണ്ടു. ഷാഫി അപകടമെന്ന് മനസ്സിലാക്കിയ CPM-കാർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പോലീസിന് തന്നെ കൊട്ടേഷൻ നൽകിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അതാണ് പേരാമ്പ്രയിൽ കണ്ടത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് ആകില്ല. അവർ പണി കൊടുക്കുക തന്നെ ചെയ്യും. പേരാമ്പ്രയിൽ പോലീസ് ലാത്തിയിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ലോക്സഭാ സ്പീക്കർക്കും പാർലമെൻറ്റ് കമ്മിറ്റിക്കും പരാതി നൽകി കഴിഞ്ഞു. പ്രസ്തുത വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി അതുമാത്രമാണ് തൻ്റെ ആവശ്യമെന്ന് ഷാഫി പറമ്പിൽ MP പറയുന്നു. നിങ്ങൾ ഇവിടെ വന്ന് മുത്തൂര് അപ്പോൾ ഇവിടെ മുത്തൂര് തിരിയുമ്പോഴേക്കല്ലേ ഇത് അടിക്കുന്നത്. MP ഷാഫി പറമ്പിൽ ആരാണ് ഷാഫി പറമ്പിൽ ആരാണത്? ആരാണത്? പേരാമ്പ്ര DYSP N സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് മർദ്ദിച്ചത്. ഒപ്പം തന്നെ റൂറൽ SP KE ബൈജു എല്ലാത്തിനും സാക്ഷിയായി നേതൃത്വം നൽകിയതും ഈ സംഭവങ്ങളെല്ലാം ശരിവെക്കുന്നതുമായിരുന്നു. റൂറൽ SP KE ബൈജുവിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നും MP പറയുന്നു. ഒപ്പം MPയുടെ തലയിലും മുഖത്തും ലാത്തി കൊണ്ടടിച്ച ഒരു പോലീസുകാരനും കിട്ടാവുന്നത്ര ശിക്ഷ നൽകുകയും ചെയ്യണം. ആദ്യം പേരാമ്പ്രയിൽ ലാത്തിച്ചാർജ് നടന്നില്ലെന്നും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ KC വേണുഗോപാൽ അടക്കം താക്കീത് നൽകിയപ്പോൾ അത് വളച്ചൊടിച്ച് പ്രസ്താവന നടത്തി ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയ CPM-ഉം പോലീസുകാരുമാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അത് ഈ ദൃശ്യങ്ങളിലെല്ലാം വളരെ വ്യക്തം. ഈ വിഷയത്തിൽ പരിഹാരം കാണാനും ഷാഫി പറമ്പിൽ MP പരാതിയിൽ പറയുന്നു. ഈ രാജ്യത്തിൻ്റെ പരമപ്രധാനമായ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടൊരു പോലീസ് സംവിധാനത്തെ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടിയിരിക്കുന്നു. ടോപ് 10 ന്യൂസ്, പേരാമ്പ്ര.